ഇറങ്ങ. എന്താ അപ്പോ? എന്താ നിന്റെ ഉദ്ദേശം? ചോദിച്ചത് വേറൊന്നും കൊണ്ടല്ല. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി നടക്കുകയാണ് ഞാൻ. പരിഹസിച്ചവരോടും കുറ്റപ്പെടുത്തിയവരോടൊക്കെ പഴയ അപ്പുവിന്റെ രീതിയിൽ തന്നെ പ്രതികരിക്കണമെന്ന് തോന്നിയിട്ട് പോലും സ്വയം സഹിച്ചും നിയന്ത്രിച്ചും എല്ലാം ഉള്ളിലൊതുക്കുക ഞാൻ. എൻ്റെ ഈ തീരുമാനം ഇനി അങ്ങോട്ടുള്ള എൻ്റെ ലൈഫിലോട്ട് ഒരു ഈസി വാക്ക് ഓവർ അല്ലെന്ന് മറ്റാരേക്കാളും എനിക്ക് നന്നായിട്ടറിയാം. ഇതിലപ്പുറം ഇൻസൾട്ടും ഒറ്റപ്പെടുത്തലും ഒക്കെ ഇനിയും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നിട്ടും കോളേജിൽ വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചതും വാശി പിടിച്ചതുമൊക്കെ ക്യാമ്പസ് ലൈഫ് എന്നെ മോഹിപ്പിച്ചിട്ടൊന്നുമല്ല. അത്രയും നേരമെങ്കിലും എനിക്ക് എൻ്റെ അച്ഛനെയും അമ്മയും ഫേസ് ചെയ്യേണ്ടി വരില്ലല്ലോ എന്ന് ഓർത്തിട്ടാണ്. എനിക്കറിയാമാളൂ, എൻ്റെ ഈ അവസ്ഥ കൊണ്ട് ഏറ്റവും കൂടുതൽ മുറിവേറ്റതും അപമാനിക്കപ്പെട്ടതും ഒറ്റപ്പെടുന്നതും ഒക്കെ എൻ്റെ പാവം ബിപിയും ഗീതമ്മയോ. എല്ലാ സ്വാതന്ത്ര്യവും സ്നേഹവും തന്ന് വളർത്തിയതുണ്ടാവുമെന്ന് അവർ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷെ ഒന്നും എൻ്റെ കുറ്റം കൊണ്ടല്ലെന്ന് ഞാൻ എത്രയൊക്കെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചിട്ടും അവർക്ക് ഉൾക്കൊള്ളാനാവുന്നില്ല. എൻ്റെ അച്ഛനും അമ്മയും ആയിപ്പോയി എന്ന ഒറ്റ കാരണം കൊണ്ടാവും ഇങ്ങനെയൊക്കെ. ഞാൻ കാരണം ഇനി മറ്റൊരച്ഛനും അമ്മയും കൂടി എന്നെ വെറുക്കുന്നതും ശപിക്കുന്നതും കാണാൻ എനിക്ക് താല്പര്യമില്ല മാളോ. അതുകൊണ്ട് മാത്രം നിന്നെ ഞാൻ ഒഴിവാക്കാൻ ശ്രമിച്ചത്. എത്രത്തോളം എനിക്കതിൽ വിജയിക്കാൻ പറ്റുമെന്ന ഉറപ്പൊന്നുമില്ല. എങ്കിലും കഴിവതും ശ്രമിച്ചു നോക്കാൻ ഞാൻ. പക്ഷെ നീ എൻ്റെ അടുത്ത് വരുമ്പോ, എന്നെ സ്നേഹിക്കുമ്പോ, എന്നെ സപ്പോർട്ട് ചെയ്യുമ്പോ എൻ്റെ മനസ്സ് നിന്നെ ഒഴിവാക്കാൻ എനിക്ക് പറ്റുന്നില്ല മാണു. അതിന് എന്നെക്കൊണ്ട് പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇന്നെല്ലാരും കൂടി നിന്നെ ഒറ്റപ്പെടുത്തിയപ്പോ, വളഞ്ഞിട്ട് പരിഹസിച്ചപ്പോ നിന്നേക്കാൾ കൂടുതൽ നൊന്തത് എനിക്കപ്പോ. അതുകൊണ്ടാ ഇപ്പോഴും ഞാൻ നിന്റെ കൂടെ ഇങ്ങനെ. പക്ഷെ അത് വേണ്ട മാളോ. നീ എൻ്റെ അടുത്ത് വരണ്ട. ഈ കെയറും കൺസിഡറേഷനും ഒന്നും തരരുത് എനിക്ക്. നമ്മൾ വീണ്ടും പഴയതുപോലെ ആയിപ്പോവും. എന്തുകൊണ്ട് അങ്ങനെ ആയിക്കൂടാ? ഞാൻ കാര്യമായിട്ട് തന്നെ പറഞ്ഞതാപ്പോ. നമുക്ക് പഴയ അപ്പവും മാളുമായിട്ട് തന്നെ തുടരാം. അങ്ങനെ ആയാലേ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീരൂ. നമ്മുടെ മാത്രമല്ല, നമ്മുടെ വീട്ടുകാരുടെയും. അതിന് നമ്മുടെ വീട്ടുകാരെ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? സമ്മതിക്കില്ല മാളു. വീട്ടുകാരെന്നല്ല, ആരും സമ്മതിക്കില്ല. ഒരു ട്രാൻസ്ജെൻഡറിന് സൗഹൃദങ്ങളും സ്നേഹബന്ധങ്ങളും പ്രണയവും വിവാഹവും ഒന്നും പാടില്ല. നമ്മുടെ സൊസൈറ്റിയുടെ ആലിഖിത നിയമമാണത്. അവനായാലും അവളായാലും ഇന്നും ഒറ്റപ്പെട്ട് മറ്റുള്ളവർക്ക് പരിഹസിക്കാനുള്ളൊരു കഥാപാത്രമായിട്ട് കഴിഞ്ഞോണം. അതാണ് നിയമം. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇന്ന് ഈ ക്യാമ്പസിൽ കണ്ടത്. വേണ്ട മാളു, എന്നെ സ്നേഹിച്ച നീ വെറുതെ നിന്റെ ലൈഫ് റിസ്കിലാക്കണ്ട. എന്നെ മനസ്സിലാക്കാൻ ഒരാളെങ്കിലും ഉണ്ടല്ലോ എന്ന സമാധാനത്തിൽ ഞാൻ ജീവിച്ചോളാം. വയ്ക്കോ? ഇല്ല അപ്പോ. മറ്റുള്ളവർക്ക് പരിഹസിക്കാനും കുത്തി നോവിക്കാനും ഒക്കെ വിട്ടുകൊടുത്തിട്ട് എനിക്ക് എന്റെ ജീവിതം മാത്രം സേഫ് ആക്കണ്ട. ശ്രമിച്ചാൽ കൂടി എനിക്കതിന് കഴിയില്ലെന്ന് ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ? നമ്മുടെ ഈ സ്നേഹബന്ധത്തിന് ഒരു കളങ്കവും ഇല്ലാത്തിടത്തോളം കാലം നമ്മൾ ആരെ എന്തിനു പേടിക്കണം? കളിയാക്കുന്നവര് കളിയാക്കിക്കോട്ടെ അപ്പോ. കഥയുണ്ടാക്കി രസിക്കുന്നവര് രസിച്ചോട്ടെ. ഐ ജസ്റ്റ് ഡോണ്ട് കെയർ. നിന്റെ ബെസ്റ്റ് ഫ്രണ്ടായി, ഒരു കൂടപ്പിറപ്പായി എന്ന് ഞാനുണ്ടാവും, പഴയതുപോലെ.